CPM അധികാരത്തിൽ വന്നാൽ വിജയരാഘവനാകുമായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. ദൗർഭാഗ്യവശാൽ വിജയരാഘവൻ പാലക്കാട്ട് VK ശ്രീകണ്ഠനോട് പരാജയപ്പെട്ടു. മാത്രമല്ല CPM-നാകെ 3 സീറ്റേ കിട്ടിയുള്ളൂ. അങ്ങനെ അതുകൊണ്ട് മാത്രമാണ് മലയാളിക്ക് ഒരു പ്രധാനമന്ത്രി നഷ്ടമായത്. ഇനി നോക്കണ്ടവൻ ചോദിച്ചു കഴിഞ്ഞാൽ പല്ലുവേന പറഞ്ഞു മതി. സാർ, കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ CPM-ന്റെ ജില്ലാ സമ്മേളനത്തിലെ നിങ്ങളുടെ ഒരു പരാമർശം എന്നെ ഏറെ വേദനിപ്പിച്ചു. എന്താ കാര്യം പറ? ആ പരാമർശത്തിൽ നിങ്ങൾ പറഞ്ഞത് ശ്രീ A. റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് ഒരു തെറ്റായി ഒരു പ്രയോജനവുമില്ല എന്ന. ദയവ് ചെയ്ത് അങ്ങടപെട്ടിട്ട് ആ പരാമർശം പിൻവലിക്കണം. A. റഹീമിനെ രാജ്യസഭാ മെമ്പറാക്കിയത് നിങ്ങൾക്ക് പ്രയോജനമില്ലെങ്കിലും ഞങ്ങൾക്ക് വലിയ പ്രയോജനമാണ് സാർ. അല്ല, അച്ഛൻ എന്തുവാ ഈ പറഞ്ഞു വരുന്നേ? അദ്ദേഹം പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആദ്യത്തെ ആഴ്ച എത്താത്തപ്പോൾ എനിക്ക് വലിയ നിരാശ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ആഴ്ച അദ്ദേഹം എത്തിയത് കൊണ്ടാണ് തൃക്കാക്കരയ്ക്കും പുതുപ്പള്ളിക്കും വടകരയ്ക്കും ശേഷം പാലക്കാടും ജോറായി മാറിയത്. അതെന്നാ വർത്താനം പറഞ്ഞു പോയി. ഇന്ന് വന്നിരിക്കുന്ന ഒരു പരാമർശമുണ്ടല്ലോ, ഞാനൊരു കവിത ചൊല്ലുകയാണ്. രോഗദുരിതകാലവും കാലവർഷകെടുതിയും ആയിരങ്ങളെ കവർന്ന നാളിൽ നീ തളർന്നില്ല എന്നാണ് നമ്മുടെ പൂവത്തൂർ ചിത്രസേനൻ ശ്രീ പിണറായി വിജയനെ പറ്റി പറഞ്ഞത്. 138 കുട്ടീനും കൂടി കൂട്ടി 138ാമത്തെ പെണ്ണ ഞാൻ അടിപൊളിയെന്ന് പറയും. ശരിയാണ്. തളരാതെ ഇരുന്ന കൊള്ളയടിച്ചതിന്റെ കണക്കുകൾ CAG റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഉദാഹരണല്ലേ പറയണേ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ പറ്റി പാടിപ്പുകഴ്ത്തുവാൻ വേണ്ടി പൂവരണി നമ്പൂതിരിയും പൂവത്തൂർ സതീശനും ഒക്കെ പൂവത്തൂർ ചിത്രസേനനും ഒക്കെ പറയുന്നത് അദ്ദേഹം കാറ്റിൽ പറക്കുന്ന കഴുകനാണ്, അദ്ദേഹം തീയിൽ പായുന്ന കുതിരയാണ്. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ എനിക്കൊരു കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പറയാനായിട്ട്, ഈ പാടിപ്പുകഴ്ത്തുന്നവരെല്ലാം അങ്ങേ അപമാനിക്കുകയാണ്. ഈ പാടിപ്പുകഴ്ത്തുന്ന ഒരാൾ പോലും അങ്ങൊരു മനുഷ്യനാണ് എന്ന് പറയുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം അങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചറിയണം. അവനുള്ള പണി ഞാൻ കൊടുക്കും. വെറുതെ വിടരുത് അവനെ. ഹലോ, ഇതെന്താ? എന്നെ ഒന്നും ചെയ്യുന്നില്ല. ഓ, നിനക്ക് വേണമല്ലേ?